ശ്രീ കെ വിജയൻ. നാദാപുരം മണ്ഡലത്തിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ചിലത് കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞു, ചിലത് പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനിരിക്കുന്നു, ചിലതിന് ഭരണാനുമതി കിട്ടി, ചിലത് TS ആയി. ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് മലയോര ഹൈവേ, റോഡുകൾ, പാലങ്ങൾ, കോളേജ് കെട്ടിടങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങൾ എന്നിവ ഇനത്തിലുള്ളത്. ഇതെല്ലാം തന്നെ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ഉള്ള ഒരു സഹായം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാവണം. നമുക്ക് സമയബന്ധിതമായി എങ്ങനെ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് മറുപടിയിലൂടെ ഞാൻ പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി. സർ, കുളങ്ങരത്ത് നമ്പിത്താൻകുണ്ട് വാളൂക്ക് വെലങ്ങാട് റോഡ്, ഇവിടെ ബഹുമാനപ്പെട്ട MLA ശ്രീ കെ വിജയൻ അദ്ദേഹത്തിൻ്റെ നാദാപുരം നിയോജക മണ്ഡലത്തിലെ വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് വന്ന സബ്മിഷനുമായി ബന്ധപ്പെട്ട് ആദ്യം ശ്രദ്ധയിൽപ്പെടുത്തേണ്ട പ്രവൃത്തിയാണ് 41,31,00,000 രൂപയുടെ സാമ്പത്തിക അനുമതി നൽകിയ കുളങ്ങരത്ത് നമ്പിത്താൻകുണ്ട് വാളൂക്ക് വെലങ്ങാട് റോഡ് നിലവിൽ 54% പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. പുതുക്കിയ ധനാനുമതി നൽകുകയും ചെയ്തു. 2025 ഡിസംബർ മാസത്തോടുകൂടി പൂർത്തീകരണം ലക്ഷ്യമിടുകയാണ്. തൊട്ടിൽപ്പാലം കുണ്ടുതോട് റോഡ് 31,72,00,000 രൂപയുടെ സാമ്പത്തിക അനുമതി നൽകിയ തൊട്ടിൽപ്പാലം കുണ്ടുതോട് റോഡിൻ്റെ ചെയിനേജ് 2,783 മുതൽ 6,783 വരെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. ചെയിനേജ് ബാക്കി പുതുക്കിയ ധനാനുമതി ആവശ്യമാണ്. ഇതിനായി കിഫ്ബി സ്ഥലപരിശോധന നടത്തിയിട്ടുണ്ട്. കിഫ്ബി അനുമതി ലഭ്യമായാൽ ഉടൻ തന്നെ തുടർ നടപടി സ്വീകരിക്കും. മലയോര ഹൈവേ കുഞ്ഞോം നിലവിൽപ്പുഴ ചുങ്കക്കുറ്റി പൂതമ്പാറ, ഈ പ്രവൃത്തിക്ക് 38,47,30,000 രൂപയുടെ സാമ്പത്തിക അനുമതി നൽകിയിരുന്നു. സാമ്പത്തിക അനുമതി റീവാലിഡേറ്റ് ചെയ്യുന്നതിനുള്ള പ്രപ്പോസൽ സർക്കാരിൽ പരിശോധിച്ചു വരുന്നു. ഇതിനുശേഷം തുടർ നടപടികളിലേക്ക് കടക്കും. സർ, മലയോര ഹൈവേ കുഞ്ഞോം നിലവിൽപ്പുഴ ചുങ്കക്കുറ്റി പൂതമ്പാറ തൊട്ടിൽപ്പാലം പ്രസ്തുത പ്രവൃത്തിക്ക് കിഫ്ബിയിൽ നിന്നും 30/3/2023 45,34,00,000 രൂപയുടെ സാമ്പത്തിക അനുമതി ലഭിച്ചു. പ്രവൃത്തിക്ക് ഫ്രീ സറണ്ടറായി ഭൂമി ലഭ്യമായിട്ടില്ല. ഫ്രീ സറണ്ടറിനെതിരെ പ്രദേശവാസികൾ കേസ് നൽകിയിട്ടുണ്ട്. മലയോര ഹൈവേ ചാവറമൊഴി പാലം, മലയോര ഹൈവേയിൽ ഉൾപ്പെട്ട ചാവറമൊഴി പാലം നിർമ്മാണത്തിനായി കിഫ്ബി 9,28,90,000 രൂപക്കുള്ള ധനാനുമതി നൽകിയിരുന്നു. സാങ്കേതിക അനുമതി ലഭ്യമാക്കി ടെൻഡർ ക്ഷണിച്ച് പ്രവൃത്തി ആരംഭിക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നു. മലയോര ഹൈവേയുടെ കുഞ്ഞോം നിലവിൽപ്പുഴ റീച്ചിൽ ഉൾപ്പെട്ട നിലവിൽപ്പുഴ തൊട്ടിൽപ്പാലം സ്ട്രെച്ച് 1 ചുങ്കക്കുറ്റി മുതൽ പൂതമ്പാറ പാലം വരെയുള്ള ഭാഗത്ത് പ്രവൃത്തിക്ക് FS റീവാലിഡേഷനുള്ള പ്രപ്പോസൽ സർക്കാരിൻ്റെ പരിഗണനയിലാണ്. ഈ റീച്ചിൽ ഉൾപ്പെട്ട പൂതമ്പാറ പാലം മുതൽ തൊട്ടിൽപ്പാലം വരെയുള്ള ഭാഗത്ത് പ്രവൃത്തിക്ക് ഫ്രീ സറണ്ടറായി ഭൂമി ലഭ്യമായിട്ടില്ല. വടകര വില്യാപ്പള്ളി ചേലക്കാട് റോഡ് പ്രവൃത്തിക്ക് 77,21,00,000 രൂപയുടെ ചെയിനേജ് അതിൻ്റെ വരെയും വളരെ വിശദമായി ഞാൻ പറയുന്നില്ല. അതും ഇതിൽ 7.5 കിലോമീറ്റർ കൺവെൻഷണൽ രീതിയിലും ചെയിനേജ് 5,700 മുതൽ 14,154 വരെയുള്ള 8 കിലോമീറ്റർ FDR സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടപ്പിലാക്കുന്നതിനാണ് നിലവിൽ വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതിയുടെ എസ്റ്റിമേറ്റ് സാങ്കേതിക അനുമതിക്കായി പ്രൊജക്ട് ഡയറക്ടർ KRFB PMUവിന് സമർപ്പിച്ചിട്ടുണ്ട്. സാങ്കേതിക അനുമതി നൽകിയ ശേഷം ടെൻഡർ നടപടികളിലേക്ക് കടക്കും. കായപ്പനച്ചി കുന്നുംചിറ പുതിയങ്ങാടി പദ്ധതിയുടെ എടച്ചേരി റോഡാണ്. DPR തയ്യാറാക്കി വരികയാണ്. മൂന്നാംകൈ കൈവേലി റോഡിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി KRFB കിഫ്ബിയിൽ സമർപ്പിച്ചിരുന്നു. എന്നാൽ മാനദണ്ഡ പ്രകാരമുള്ള വീതി ലഭ്യമാകാത്തതിനാൽ കിഫ്ബി അന്തിമ തീരുമാനം എടുക്കേണ്ടത്. സർ, നാദാപുരം ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് പൊതുമരാമത്തുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതല്ല, അത് നിരവധിയുണ്ട് സർ. നാദാപുരം മണ്ഡലത്തിലെ നിരവധി പ്രവർത്തികളുണ്ട്, അതെല്ലാം ടേബിൾ ചെയ്യാം. എന്തായാലും ഇത് പ്രത്യേകം പരിശോധിക്കുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യുവൻസി മോണിറ്ററിംഗ് ടീം നമ്മുടെ സംസ്ഥാനത്ത് 140 മണ്ഡലങ്ങളിലും ഓരോ നോഡൽ ഓഫീസർമാരെ നിശ്ചയിച്ചുകൊണ്ടുള്ള പ്രവൃത്തി എല്ലാ മാസവും പരിശോധിക്കുന്നുണ്ട്. ഇത് വളരെ ഫലപ്രദമാണ്. ഇതിൻ്റെ ഒരു മീറ്റിംഗ് 2 ദിവസം മുമ്പ് ചേർന്നിരുന്നു. അത് വെച്ച് നാദാപുരം മണ്ഡലത്തിലെ പ്രവൃത്തി പ്രത്യേകം ഇടപെടാമെന്ന് സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.